ശുഭം എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻ്റൽ സിനിമ ചെയ്തതിന് ശേഷം തെലുങ്ക് സിനിമയിൽ കുറച്ച് പ്രോമിനൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു ഡയറക്ടറാണ് പ്രവീൺ കൺട്രികുല. അപ്പോൾ പ്രവീണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയാണ് പർദ. പർദ എന്ന് പറഞ്ഞ സിനിമയുടെ സ്റ്റോറിയൊക്കെ വളരെ ഇല്ലോജിക്കലാണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നത് ഒരു എന്താ പറയുക, ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നടന്ന ഒരു കഥ ഒരു ഫിക്ഷണൽ വില്ലേജിൽ അവതരിപ്പിക്കുന്നതാണ്. അതായത് അവിടെ ഒരു ജ്വാലമ്മ എന്ന് പറഞ്ഞൊരു ഗോഡസ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടം തൊട്ട് ഈ വില്ലേജേഴ്സ് ഇപ്പോൾ 2025 അവിടെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കസ്റ്റംസ് സൂപ്പർസിഷൻസ് ഒക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ആ വില്ലേജിലെ പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അവർ മുഖം പുറം ലോകത്തെ കാണിക്കാൻ പാടില്ല, അവർ പർദ്ദയിട്ട് മറയ്ക്കണം. അപ്പം എങ്ങാനും ഒരു കാറ്റ് വന്ന് ഈ പർദ്ദയെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ സംഭവം കളി മാറും. അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിലേക്ക് വെച്ചിരിക്കുന്ന ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് സുബ്ബു എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അനുപമ പരമേശ്വരനാണ്. അനുപമ ഇപ്പോൾ തെലുങ്കിൽ വളരെ കംഫർട്ടബിളാണ്. ആക്ടിങ് സ്കിൽസൊക്കെ ഈ സിനിമയിലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഡബ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഡയറക്ടർ ഈ നായികേനെ, അതായത് ഇതുപോലൊരു നേരത്തെ നമ്മൾ പറഞ്ഞ സിനാരിയോയിൽ പെട്ടുപോയ നായികയ്ക്ക് നിരപരാധിത്വം തെളിയിക്കാനായിട്ടും ഈ വിമൻ എംപവർമെൻറ്റ് കൊടുക്കാനായിട്ടും ഉള്ള സീക്വൻസുകളാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അഡ്വൈസ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് നമ്മുടെ ദർശന രാജേന്ദ്രൻ. ദർശന രാജേന്ദ്രൻ്റെ തെലുങ്കിലെ ഡെബ്യൂ റോളാണ്. അപ്പോൾ അവിടെ വലിയ കുഴപ്പമില്ല, ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ തുടക്കത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ കോസ്റ്റ്യൂമിലും ഒക്കെ പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്കെച്ചിലൊക്കെ കുറച്ച് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ പിന്നീട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവും സംഭവമൊക്കെ യൂഷ്വൽ സംഭവം തന്നെയാണ് അവിടെ പോയിട്ടും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ സംഗീത കൃഷ്ണ, പണ്ട് മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്ന സംഗീതയുണ്ട്. അവർ ഈ വിമൻ എംപവർമെൻറ്റ് ഫോർമുലയിൽ ധർമ്മസങ്കടങ്ങളൊക്കെ പറയുന്ന നമ്മുടെ സ്ഥിരം ഹൗസ് വൈഫ് ഉണ്ടല്ലോ, ആ ഒരു ടിപ്പിക്കൽ സാധനത്തിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സംഗീതയും അത്യാവശ്യം കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഒരു ഓഫ് ബീറ്റ് സിനിമയാണ്. അവസാനം ഈ സിനിമയിലെ അവസാനം ഈ പ്രോഗ്രസീവ്നെസ്സും ഭക്തിയൊക്കെ ഒരുപോലെ അങ്ങ് ബാലൻസ് ചെയ്തിട്ട് ഒരു സേഫ് സോണിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് പ്രവീൺ. എനിക്ക് ഈ സിനിമ പേഴ്സണലി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ 2 സ്റ്റാർസ് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേണമെങ്കിൽ കാണാം.